നമ്മുടെ വയനാടിനെ ഞങ്ങളുടെ വയനാടാക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടിയുടെ ചരമ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. ഇന്ന് നമ്മൾ ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ സ്റ്റേജിലിരിക്കുന്നവരെ പോലെ തന്നെ അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഒരു നേതാവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു കാര്യം അതാണ്. കാരണം സ്റ്റേജിലുള്ളവർക്ക് മാത്രം അറിയുന്ന നേതാവല്ല അദ്ദേഹം. സ്റ്റേജിലുള്ളവരെക്കാൾ ഒരുപക്ഷെ കൂടുതൽ അദ്ദേഹവുമായി ബന്ധമുള്ളവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയിലെ 2 ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ളത്, ഒരു MLA എന്നുള്ളത്. ആദ്യത്തെ ജനസമ്പർക്ക പരിപാടി തിരുവനന്തപുരത്തായി. അന്ന് കാലത്ത് 9 മണിക്ക് ആരംഭിച്ച ജനസമ്പർക്ക പരിപാടി അവസാനിക്കുന്നത് പിറ്റേ ദിവസം പുലർച്ചെ 3 മണിക്ക്. നമ്മുടെ വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും ഒന്നായാണ് പ്രവർത്തിക്കുന്നതെന്നും, എന്നാൽ സ്ഥലമെടുപ്പുൾപ്പെടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അത് ഞങ്ങളുടേതാക്കാൻ ആരും ശ്രമിക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. വാർഡ് മെമ്പർ ഉൾപ്പെടെ താഴെത്തട്ടിലുള്ളവരുടെ നിർദ്ദേശങ്ങൾ പോലും പരിഗണിക്കണം. UDF അധികാരത്തിൽ വന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടും. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ ഒരു കൂട്ടർ കൂടി രംഗത്തുണ്ട്. ഉത്തരേന്ത്യക്കാർ വേണ്ടെന്ന് വെച്ച BJPയെ ഇവിടെയും തോൽപ്പിക്കണം. പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. ആ ജനസമ്പർക്ക പരിപാടിയിൽ ആരെല്ലാം പങ്കെടുത്തു അവരെല്ലാം മുഖ്യമന്ത്രിയെ അന്ന് നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനങ്ങൾ നൽകുക മാത്രമല്ല, സ്പോട്ടിൽ വെച്ച് ആരെ സഹായിക്കാൻ കഴിയുമോ അവരെ സഹായിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സംവിധാനം. ഞാൻ പിന്നീട് ചില സദസ്സുകൾ കണ്ടപ്പോൾ ഒരു സാധാരണക്കാരനായി ഉമ്മൻചാണ്ടി ജനങ്ങളോടൊപ്പം ഇടപഴകിയ രംഗം നേരിട്ട് കണ്ടൊരു വ്യക്തി എന്നുള്ള നിലയിൽ പിന്നീട് TV-യിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു മുഖ്യമന്ത്രി ഏതാണ്ട് മഹാരാജാവായി എഴുതുന്ന കാഴ്ചയിൽ ഞാനും നിന്നുകൊണ്ടുണ്ട്. കാരണം അദ്ദേഹം വരുമ്പോൾ എല്ലാവരും ആചാരാനുഷ്ഠാനങ്ങളോടുകൂടെ എഴുന്നേറ്റ് നിൽക്കണം, വന്ദിക്കണം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തുടങ്ങുന്ന സ്വാന്തന പരിചരണ സംഘടന ഉമ്മൻചാണ്ടി കാരുണ്യ കേന്ദ്രത്തിന്റെ ലോഗോ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പ്രകാശനം ചെയ്തു. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ അധ്യക്ഷനായി. സുരേഷ് തെങ്ങിൻതോട്ടം, KM ഹനീഫ, P. ഗിരീശൻ, ചിങ്ങനേഴി ഭാസ്കരൻ, ജസീൽ, വിനോദ് രാമൻ, VN കൃഷ്ണൻ, സത്യൻ പെരുമ്പറക്കോട്, രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. CCN കടമ്പഴിപ്പുറം.